സ്ട്രാറ്റജിക് തിങ്കിങ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം പഠിച്ചത് നമ്മളുടെ 5 സ്റ്റെപ്സ് ആയിരുന്നു അല്ലെ? 5 സ്റ്റെപ്സ് ഇൻ സ്ട്രാറ്റജിക് തിങ്കിങ്. 1 ഗിമിക്സ്, 2 ടാറ്റിക്സ്, 3 സ്ട്രാറ്റജി, 4 ബിസിനസ് മോഡൽ, 5 ഗെയിം ചേഞ്ചർ. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് നമ്മുടെ സ്ട്രാറ്റജിക് ക്വാഡ്രന്റ് ആണ് പഠിച്ചത്. അത് 4 നമ്മൾ തിരിച്ചു. അതിൽ ഒന്നാമത്തത് ഓപ്പറേഷൻസ്, രണ്ടാമത്തത് റിലേഷൻഷിപ്പ്, മൂന്നാമത്തത് ഇന്നോവേഷൻ, നാലാമത്തത് ലീഡർഷിപ്പ്. അപ്പോ ഓപ്പറേഷൻസ് ആൻഡ് റിലേഷൻഷിപ്പ് ലീനിയർ ഗ്രോത്ത് കൊണ്ടുതരുമെന്നും ഇന്നോവേഷൻ ആൻഡ് ലീഡർഷിപ്പ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കൊണ്ടുതരും എന്നും നമ്മൾ പഠിച്ചു. കറക്റ്റ്? യെസ്. ഇനി ഇപ്പൊ നമ്മൾ ചിന്തിക്കാൻ പഠിക്കുകയാണ്. ബിസിനസ്സിൽ 5 ലെവലിൽ നമുക്ക് ചിന്തിക്കാവുന്ന മാറ്റങ്ങൾ കൊണ്ടുവരാമെന്നും നമ്മൾ പഠിച്ചു. അതുകൂടാതെ നമ്മുടെ ബ്രെയിൻ്റെ അകത്ത് എങ്ങനെയാണ് ഈ തിങ്കിങ് മസിൽ ഉള്ളത് എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കേണ്ടത്, എല്ലാവർക്കും ഒരേ ലെവൽ ഓഫ് തോട്ടല്ല വരേണ്ടത്. റോയ് ചേട്ടന്റെ തോട്ടല്ല അജിത് ഓറഞ്ചിന് വരേണ്ടത്, ഇതല്ല ഷമീറിന് വരേണ്ടത്, ഇതല്ല തരുണിന് വരേണ്ടത്, ഇതല്ല ഡോക്ടർ വിവേകിന് വരേണ്ടത്. ഓരോ ബിസിനസ് ഓണേഴ്സിന്റെയും തോട്ട് പാറ്റേൺ ഡിഫറെന്റ് ആയിരിക്കണം. ഇത് സംഭവം സെയിം ആണ് എല്ലാ ബിസിനസ്സിലും. എല്ലാ ബിസിനസ്സുകാർക്കും ഈ പറഞ്ഞ സ്റ്റെപ്പ് വരെ കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെയാണ്. ഇനിയാണ് ഇതിനെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യേണ്ടത്. നമ്മൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ ഈ പറഞ്ഞ ക്വാഡ്രന്റും ഈ പറഞ്ഞ സ്റ്റെപ്സും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ ലെവൽസും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. അത് അറിയണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്താണ് എന്നറിയണം, നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നറിയണം. നിങ്ങളല്ല, നിങ്ങളുടെ ബിസിനസിന്റെ അകത്തെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് എവിടെ നിൽക്കുന്നു. ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് ബിസിനസ് മൊത്തത്തിൽ ഇന്നോവേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ബിസിനസ് മൊത്തത്തിൽ ഇന്നോവേറ്റ് ചെയ്യുക, പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക, പുതിയതായിട്ട് ഇതുവരെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യുക എന്ന്. അങ്ങനെയല്ല. ബിസിനസ് എന്ന കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരുന്നു. ഇപ്പൊ ഞാൻ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവരുന്നു. ഈ ആശയം അക്സെപ്റ്റബിൾ ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ ആശയം എനിക്ക് വിൽക്കുവാൻ പറ്റും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, പിന്നെ അതിൽ കൂടുതൽ കടന്ന് കളിക്കരുത്. പിന്നെ നമ്മൾ എവിടെയാണ് കളിക്കേണ്ടത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നോവേഷൻ എന്താണ് എന്ന്. ഇപ്പം ഓപ്പറേഷൻസ് എങ്ങനെ വേണമെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് റിലേഷൻഷിപ്പിനെ കുറിച്ച് നമ്മൾ സെയിൽസിൽ ഒരുപാട് നമ്മൾ പഠിച്ചു. നമ്മൾ ലീഡർഷിപ്പിനെ കുറിച്ച് നമുക്കറിയാം. ഇനി എപ്പോഴാണ് നമ്മൾ ഇന്നോവേറ്റ് ചെയ്യേണ്ടത്? എന്താണ് ഇന്നോവേഷൻ? ഇതിൻ്റെ അകത്ത് ഈ ഓപ്പറേഷൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട്, എനിക്ക് തോന്നുന്നു 24-25, കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് നമ്മൾ പഠിക്കുന്നത് മുഴുവൻ കസ്റ്റമൈസേഷനെ കുറിച്ചും ഈ ഓപ്പറേഷൻസിന്റെ എഫിഷ്യൻസി എങ്ങനെ കൂട്ടാം എന്നതിനെ കുറിച്ചുമാണ്. റിലേഷൻഷിപ്പ്, എനിക്ക് തോന്നുന്നത് സെയിൽസ് മാൻ ടീമായിട്ട് തുടങ്ങിയ 2020 മുതൽ നമ്മുടെ CRM-ൽ ഏറ്റവും കൂടുതൽ കിടക്കുന്നത് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. ലീഡർഷിപ്പ്, കഴിഞ്ഞ മാസവും നമ്മൾ പഠിച്ച എംപ്ലോയി മാനേജ്മെന്റ് സീക്രട്സ്, നമ്മളുടെ പേഴ്സണൽ സ്കിൽ ഡെവലപ്മെന്റ്, നമ്മളുടെ ഹൈ ഇൻകം സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചതാണ്. നമ്മൾ അധികം ടച്ച് ചെയ്യാത്ത ഒരു കാര്യമാണ് ഇന്നോവേഷൻ. അപ്പം എന്താണ് ഇന്നോവേഷൻ? അത് അറിയണം എങ്കിൽ ആദ്യം നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഓർ സർവീസ് ലൈഫ് സൈക്കിൾ. പ്രൊഡക്റ്റ് ഓർ സർവീസ് ലൈഫ് സൈക്കിൾ, ഇത് നമുക്കറിയാൻ പറ്റണം. പ്രൊഡക്റ്റ് ഓർ സർവീസ് ലൈഫ് സൈക്കിൾ. നമ്മളുടെ ബിസിനസ് അല്ല ഔട്ട്ഡേറ്റഡ് ആകുന്നത്, നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ ആയിരിക്കും ഔട്ട്ഡേറ്റഡ് ആകുന്നത്. ബിസിനസ് അല്ല ഇന്നോവേറ്റ് ചെയ്യേണ്ടത്, നമ്മുടെ പ്രൊഡക്റ്റ് ആണ് ഇന്നോവേറ്റ് ചെയ്യേണ്ടത്.
നമ്മുടെ ബിസിനസ്സിലല്ല പുതുമ കൊണ്ടുവരേണ്ടത്, നമ്മുടെ പ്രൊഡക്റ്റിലാണ് പുതുമ കൊണ്ടുവരേണ്ടത്. അതെങ്ങനെ മനസ്സിലാക്കാം? നമ്മളുടെ ഓരോ പ്രൊഡക്ട്സും എവിടെ നിൽക്കുന്നു എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം? അതാണ് ഈ പറഞ്ഞ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ അത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. ഈ സൈഡിൽ സെയിൽസ് മുകളിലേക്ക്, സൈഡിലേക്ക് ടൈം, സമയം സൈഡിലേക്ക്. നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ഒരു പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നു. പുതിയ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയിലെ ആ നിയമം ഇവിടെയും ബാധകമാണ്. എന്തൊരു സാധനം വരുന്നുവോ ഇതിന് ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്. ഇതിനൊരു തുടക്കവുമുണ്ട്, ഇതിനൊരു കയറ്റവുമുണ്ട്, ഇതിനൊരു പീക്കുണ്ട്, ഇതിനൊരു അവസാനമുണ്ട്. യെസ്, ഏതൊരു പ്രൊഡക്റ്റിനും സർവീസിനും ഇങ്ങനെ ഒരു പോക്കുണ്ട്, ഇങ്ങനെ ഒരു ലെവലുണ്ട്. ഈ ലെവലിൽ ഈ ഒന്നാമത്തെ ലെവലിന് പറയുന്ന പേരാണ് ഇൻട്രൊഡക്ഷൻ. എന്താ അത്? ഇൻട്രൊഡക്ഷൻ. അത് നമ്മൾ അങ്ങോട്ട് കൊണ്ടുവരുന്ന സമയമാണ്. ഈ സമയത്തെ പ്രത്യേകത, ഇവിടെ സെയിൽസ് വളരെ കുറവായിരിക്കും. നോക്കിക്കേ, സെയിൽസ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ കോസ്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും, ചെലവ് ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ഉണ്ടാവില്ല. അപ്പൊ എന്തൊക്കെയാണ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിന്റെ പ്രത്യേകത? ലോ സെയിൽസ് വളരെ കുറവായിരിക്കും. ഹൈ കോസ്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും. ആൻഡ് നോ പ്രോഫിറ്റ്, വലിയ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. ഇതാണ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ഏതൊരു പ്രൊഡക്റ്റിന്റെയും സർവീസിന്റെയും. അടുത്ത ലെവലിലേക്ക് ഇതെത്തുമ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഗ്രോത്ത് സ്റ്റേജ്. ഇതാണ് അടുത്തതാണ് ഗ്രോത്ത്. ആദ്യത്തത് ഇൻട്രൊഡക്ഷൻ, ഇപ്പോ അത് ഗ്രോത്തിലേക്ക് കയറും. അപ്പം ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നത് കാണാം. ഇൻക്രീസിങ് സെയിൽ കൂടുന്നു. റെഡ്യൂസിങ് കോസ്റ്റ് കുറയുന്നത് നമുക്ക് കാണാം. റെഡ്യൂസിങ് കോസ്റ്റ്. അതോടൊപ്പം തന്നെ മോർ പ്രോഫിറ്റ് കൂടുന്നതും കാണാം. ഇൻക്രീസിങ് പ്രോഫിറ്റ്, നേരത്തതിനേക്കാൾ ഉപരി നമുക്ക് പ്രോഫിറ്റ് കൂടുതൽ കിട്ടും. അടുത്തൊരു സ്റ്റേജിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എത്തുന്ന സമയത്ത് ഇതിന്റെ പേരാണ് മെച്യൂരിറ്റി സ്റ്റേജ്. അപ്പൊ ആദ്യം ഇൻട്രൊഡക്ഷൻ, ദെൻ ഗ്രോത്ത്, ദെൻ മെച്യൂരിറ്റി. ഇവിടുത്തെ പ്രത്യേകത ഇൻക്രീസിങ് സെയിൽ കൂടിക്കൊണ്ടേയിരിക്കുന്നു. കൺട്രോൾഡ് കോസ്റ്റ് ഭയങ്കരമായി കൺട്രോൾഡ് ആയി നിൽക്കുന്നു. ആൻഡ് ഇൻക്രീസിങ് പ്രോഫിറ്റ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇതാണ് മെച്യൂരിറ്റി സ്റ്റേജിന്റെ പ്രത്യേകത. ഇൻക്രീസിങ് പ്രോഫിറ്റ്, സെയിൽ കൂടുന്നു, കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു, പ്രോഫിറ്റ് കൂടുന്നു. നാലാമത്തെ സ്റ്റേജാണ് ഡിക്ലൈൻ സ്റ്റേജ്. നാലാമത്തെ സ്റ്റേജിന്റെ പേരാണ് ഡിക്ലൈൻ സ്റ്റേജിന്റെ പ്രത്യേകത, എപ്പോഴാണ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഓർ സർവീസ് ഡിക്ലൈൻ ആകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്? റെഡ്യൂസിങ് സെയില് റെഡ്യൂസ് ആകുന്നു. കോസ്റ്റ് കൺട്രോൾ അല്ലാതെ കോസ്റ്റ് കൂടുന്നു, കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് വെരി ലെസ് പ്രോഫിറ്റ് റെഡ്യൂസ് ചെയ്യുന്നു. പ്രോഫിറ്റ് കുറഞ്ഞു വരുന്നു. ആ പ്രൊഡക്റ്റ് അല്ലെ സർവീസിലുള്ള പ്രോഫിറ്റ് കുറഞ്ഞു വരുന്നു. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഓർ സർവീസ് ലൈഫ് സൈക്കിൾ ഇതാണ്. സ്റ്റേജ് 1 ഇൻട്രൊഡക്ഷൻ. ഈ സ്റ്റേജിന്റെ പ്രത്യേകത, സെയിൽസ് കുറവായിരിക്കും, കോസ്റ്റ് കൂടുതലായിരിക്കും, പ്രോഫിറ്റ് ഇല്ല. അടുത്ത സ്റ്റേജിൽ ഗ്രോത്ത് സ്റ്റേജ് ആണ്. സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നത് കാണാം, കോസ്റ്റ് കുറയുന്നത് കാണാം,
അതുപോലെ തന്നെ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നതും കാണാം. മെച്യൂരിറ്റി സ്റ്റേജ്, സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നത് കാണാം, കോസ്റ്റ് കൺട്രോൾഡായി സ്റ്റേബിളായി നിൽക്കുന്നത് കാണാം, അവിടെ പ്രോഫിറ്റ് കൂടി 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 വരുന്നത് കാണാം. അടുത്തതാണ് 4ാമത്തെ സ്റ്റേജ്, ഡിക്ലൈൻ. ഡിക്ലൈൻ സ്റ്റേജിൽ സെയില് കുറയുന്നു, കോസ്റ്റ് കൂടുന്നു, പ്രോഫിറ്റ് കുറഞ്ഞ് 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 ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഓരോ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ഇതിൽ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. വേർ ആർ യു? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. വേർ ആർ യു? നിങ്ങൾ ഏത് ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ, ഏത് ഇൻഡസ്ട്രിയിലായിക്കോട്ടെ, നിങ്ങൾക്ക് ഇങ്ങനൊരു സ്റ്റേജിൽ കൂടി, ഈ 4 സ്റ്റേജിൽ കൂടി കടന്നു പോയേ പറ്റും. 4 സ്റ്റേജസ് ആണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ആ ലൈഫ് സൈക്കിളിലുള്ളത്. 1 ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, 2 ഗ്രോത്ത് സ്റ്റേജ്, 3 മെച്യൂരിറ്റി സ്റ്റേജ്, 4 ഡിക്ലൈൻ സ്റ്റേജ്. ഞാൻ കിങ്സ് ക്ലബിൽ കാണുന്ന ഒരു പ്രത്യേകത, ചില ആളുകൾ നമ്മളുടെ 1 ഡേ പ്രോഗ്രാമിലേക്കോ അല്ലെങ്കിൽ അവിടെ നിന്ന് എക്സൈറ്റഡ് ആയിട്ട് അവര് കിങ്സ് ക്ലബിലേക്കോ ചാടി വരും. ചാടി വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അവര് നിരാശരായി ഇവിടെ നിന്ന് പോകുന്നത് കാണാം. അത് കഴിഞ്ഞ് ഇവർ ഓൾറെഡി കുറെ ട്രെയിനർമാരെ പരീക്ഷിച്ചിട്ടായിരിക്കും വരുന്നത്. അത് കഴിഞ്ഞ് എന്നെ പരീക്ഷിക്കുന്നു, അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി അടുത്ത ആളെ പരീക്ഷിക്കുന്നു. ഞാൻ ഈ പോയവരെ കുറിച്ച്, എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് റിന്യൂ ചെയ്യാതെ പോകുന്നവരെ കുറിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലായി, അതായത് 1 വർഷം എൻ്റെ കൂടെ ഉണ്ടായിട്ടും അവർ കൺസിസ്റ്റന്റ് ആയി ക്ലാസ്സിൽ കയറുന്നില്ല, ഇങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്താണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഇവരുടെ പ്രശ്നം എന്ന് പഠിക്കുന്ന സമയത്ത് നമ്മളിൽ നിന്ന് വിട്ടുപോയ ഒരു 5% പേര് ഈഗോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ട്. അതല്ലാതെ ബാക്കി പോയിരിക്കുന്ന 95% പേരും പോയതിന്റെ റീസൺ ഞാൻ കണ്ടെത്തിയത് അവരുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്, അവർ മാർക്കറ്റിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ഡിക്ലൈൻ സ്റ്റേജിലാണ്. ഈ സ്റ്റേജിലാണ് അവർ നിൽക്കുന്നത്. ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുകയും നമ്മൾ പറയുന്ന കോൺസെപ്റ്റുകൾ നടപ്പാക്കാൻ ശ്രമിക്കുകയും അതുവഴി അതിനെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള പാഴ് ശ്രമമാണ് അവർ നടത്തുന്നത്. ഇപ്പോൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുടെ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഡിക്ലൈൻ സ്റ്റേജിൽ നിൽക്കുന്നവരാണ് എങ്കിൽ ആ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് വെച്ചുകൊണ്ട് അതിൻ്റെ സെയിൽസ് കൂട്ടാനുള്ള ഒരു മാന്ത്രിക മരുന്നും എൻ്റെ കയ്യിലില്ല, എനിക്കറിയത്തില്ല. അവിടെ വേണമെങ്കിൽ നമുക്ക് ആ ഗിമിക്സ് ഒക്കെ കാണിച്ച് കുറച്ച് കണ്ണിൽ പൊടിയിട്ട് നമ്മുടെ അതിന് പറയുന്നത് യു ക്യാൻ ഡിലേ ദ ഡെത്ത്, നമ്മുടെ മരണം കുറച്ചും കൂടെ വലിച്ചു നീട്ടിക്കൊണ്ടുപോകാം എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് പ്രൊഡക്റ്റ് ഇതിൽ കിടക്കുകയും ഇവിടെ വന്നേച്ച് രക്ഷപ്പെടുത്തണേ സാറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. ആൻഡ് ഐ കനോട്ട് തിങ്ക് ഓൺ ബിഹാഫ് ഓഫ് യു. നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു സാധനം കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല, ഞാൻ ചെയ്യത്തുമില്ല. കാരണം ഞാൻ കൊണ്ടുവരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എങ്കിൽ ഞാൻ റോയ് ചേട്ടൻ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുക, ആ ഐഡിയ എൻ്റെ തലയിലാണ് വന്നതെങ്കിൽ ആ ഐഡിയ നടപ്പാക്കാനുള്ള എബിലിറ്റിയും എനിക്കേ കാണത്തുള്ളൂ. ആ ഐഡിയ മുന്നോട്ട് വരുമ്പോൾ വരുന്ന പ്രതിസന്ധികളെ നേരിടാനും എനിക്കേ പറ്റത്തുള്ളൂ. ഞാൻ കൂടെ നിൽക്കണം. ഞാനെന്നല്ല, ഒരാളുടെയും ഐഡിയ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ചെയ്യരുത്. സോ ഇപ്പൊ നമുക്കറിയാം, നമ്മളുടെ ബിസിനസിന്റെ അകത്ത് നമ്മുടെ പ്രൊഡക്ട്സ് ഓർ സർവീസ് ഡിക്ലൈൻ സ്റ്റേജിലാണ് എങ്കിൽ പ്ലീസ് ഡോണ്ട്. നിങ്ങൾ വേൾഡ് ക്ലാസ് ആയിരിക്കും, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നല്ല സൂപ്പർ പ്രൊഡക്റ്റ് ആയിരിക്കും, ഈ സാധനം നിങ്ങൾക്ക് ഇതിനു മുന്നേ ഒത്തിരി പ്രോഫിറ്റ് തന്നതായിരിക്കും, ഒരുപാട് സെയിൽ നടന്നുകൊണ്ടിരുന്നതായിരിക്കും. പക്ഷെ ഇപ്പോ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കാണുന്നത് സെയിൽ കുറഞ്ഞിരിക്കുന്നു, സെയിൽ നടക്കുന്നില്ല, പ്രോഫിറ്റ് ഇല്ല, പ്രോഫിറ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്താണ് റീസൺ എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ ലോകത്തെ ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഇരിക്കുന്നതെങ്കിൽ പോലും, നിങ്ങൾ മിടുക്കനായ ബിസിനസ്സുകാരനാണെങ്കിൽ പോലും, ഇഫ് യു ആർ ഇൻ ഡിക്ലൈൻ സ്റ്റേജ്, ആർക്കും നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് ഈ സ്റ്റേജിൽ നിൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ തിങ്കിങ് മസിൽസിന്റെ അകത്ത് ഇന്നോവേഷൻ എന്ന് പറയുന്ന ആ ക്വാഡ്രന്റ് ഓപ്പൺ ചെയ്യുക ആൻഡ് ബ്രിങ് ഇൻ. നമ്മൾ നേരത്തെ പഠിച്ചു,
ഇവിടെ നമുക്ക് 5 സ്റ്റെപ്സ് നമ്മൾ പഠിച്ചു, നമ്മുടെ ക്വാഡ്രന്റ് പഠിച്ചു. ഇവിടെ ഞാൻ നിങ്ങളുടെ ലൈഫ് സൈക്കിളും കൂടെ ഒന്ന് വരച്ചിടുകയാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഈ ലൈഫ് സൈക്കിളിൽ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ, ഓക്കെ, നിങ്ങൾ ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി ആൻഡ് ഡിക്ലൈൻ സ്റ്റേജിലാണ് നിൽക്കുന്നതെങ്കിൽ, നിങ്ങളുടെ തിങ്കിങ് മസിൽസിൻ്റെ അകത്ത് ഇന്നോവേഷൻസ് കൊണ്ടുവരണം. ഇന്നോവേഷൻ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തിട്ട് ട്രൈ ഫോർ സം ബിസിനസ് മോഡൽ ഓർ ഗെയിം ചേഞ്ചേഴ്സ്. അല്ലാതെ ഗിമിക്സോ ടാറ്റിക്സോ അല്ല ഇവിടെ വേണ്ടത്. ലോകത്തെ ബെസ്റ്റ് സ്ട്രാറ്റജി കൊണ്ടുവന്നാലും ശരി, ഡിക്ലൈൻ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ബിസിനസ്സിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സ്റ്റേജിൽ എത്തിയവരോട് എനിക്ക് പറയാനുള്ളത്, ഇഫ് യുവർ പ്രൊഡക്റ്റ് ഈസ് ഇൻ ഡിക്ലൈൻ സ്റ്റേജ്, ബിസിനസ് അല്ല, പ്രൊഡക്റ്റ് ഓർ സർവീസ് ഈസ് ഇൻ ഡിക്ലൈൻ സ്റ്റേജ്, പ്ലീസ് ഡു ഇന്നോവേറ്റ്. യു ഹാവ് ടു തിങ്ക് മോർ അബൌട്ട് ഇന്നോവേഷൻ, ബിസിനസ് മോഡൽ ആൻഡ് ഗെയിം ചേഞ്ചേഴ്സ്. മനസ്സിലാവുന്നുണ്ടോ? ഈ സ്റ്റേജിൽ നിൽക്കുന്നവർ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ തിങ്കിങ് മസിൽസിൻ്റെ അകത്ത് ഇന്നോവേഷൻ പാർട്ടിനെ വെച്ചിട്ടാണ്. ആ പാർട്ടാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത്. നിങ്ങൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളാണ് എങ്കിൽ, നിങ്ങൾ ഗ്രോത്ത് സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളാണ് എങ്കിൽ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് ഓപ്പറേഷൻസ്, നിങ്ങളുടെ സെയിൽസ് കൂട്ടാനുള്ള റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ലീഡർഷിപ്പ് വർദ്ധിപ്പിക്കാനുള്ള സ്കിൽ, ഇതാണ് കൂട്ടേണ്ടത്. ഇവിടെ ഇൻട്രൊഡക്ഷൻ ആൻഡ് ഗ്രോത്ത് ഫേസ്. ഇവിടെ നിൽക്കുന്നവർ ഓപ്പറേഷൻസ് കൂടുതൽ എഫിഷ്യന്റ് ആക്കുക. അപ്പൊ എന്തായി? ഈ സൈഡിൽ നിന്ന് സെയിൽസ് കൂടും, ഈ സൈഡിൽ പ്രോഫിറ്റ് കൂട്ടും, ഈ സൈഡിൽ നല്ല ടീമിനെ ബിൽഡ് ചെയ്യാനും പറ്റും. എന്തിനു വേണ്ടിയിട്ടാ? മെച്യൂരിറ്റി സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ ലാഭം എടുക്കാൻ വേണ്ടി. എന്തിനു വേണ്ടിയിട്ടാണ് ഇൻട്രൊഡക്ഷൻ ആൻഡ് ഗ്രോത്ത് സ്റ്റേജിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓപ്പറേഷൻസിലും റിലേഷൻഷിപ്പിലും ലീഡർഷിപ്പിലും ഫോക്കസ് ചെയ്യുന്നത്? ആ സമയം ഇന്നോവേറ്റ് ചെയ്യണ്ട. ഇൻട്രൊഡക്ഷൻ ആൻഡ് ഗ്രോത്ത് സ്റ്റേജിലാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് നിൽക്കുന്നതെങ്കിൽ, പ്ലീസ് ഡോണ്ട് ഗോ ഫോർ എനി കൈൻഡ് ഓഫ് ബിസിനസ് മോഡൽ ഓർ ഗെയിം ചേഞ്ചർ. നിങ്ങൾ ഈ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ആൻഡ് ഗ്രോത്ത് സ്റ്റേജിലാണ് നിൽക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ഗോ ഫോർ ടാറ്റിക്സ്, ഗോ ഫോർ സ്ട്രാറ്റജി ആൻഡ് ഗോ ഫോർ എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഗിമിക്സ്. മാർക്കറ്റിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ കുറച്ച് ഗിമിക്സ് കാണിക്കുക. ഇതിനെ മെച്യൂരിറ്റി സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ ലാഭം എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുക, സ്ട്രാറ്റജി കൊണ്ടുവരിക, അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ടാറ്റിക്സ് സെറ്റ് ചെയ്യുക. സോ ഇന്നലെ നമ്മൾ പഠിച്ചത് നമ്മുടെ തിങ്കിങ് ക്വാഡ്രന്റിനെ കുറിച്ച്. അതിനു മുന്നേ നമ്മൾ പഠിച്ചത് നമ്മുടെ 5 ലെവൽസ് ഓഫ് തിങ്കിങ്ങിനെ കുറിച്ച്, സ്ട്രാറ്റജിക് തിങ്കിങ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇതിലേതാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇത് തിയറിയാ. ഇന്ന് പഠിക്കുന്നത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യം. റോയ് ചേട്ടന്റെ ജർമ്മൻ ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്, ഇഫ് ഇറ്റ് ഈസ് എ ഡിക്ലൈൻ സ്റ്റേജ്, റോയ് ചേട്ടൻ ചിന്തിക്കേണ്ടത് വാട്ട്സ് നെക്സ്റ്റ്, ഇതിലെന്താണ് നമുക്ക് പുതുമ കൊണ്ടുവരാൻ പറ്റുന്നത്. അതല്ലാതെ അതിന്റെ സെയിൽസ് എങ്ങനെ കൂട്ടാമെന്നല്ല, അതിന്റെ പ്രൈസ് മാറ്റിയിടുന്നത് എങ്ങനെയെന്നല്ല, അതിൻ്റെ അകത്തൊരു ഓഫർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നല്ല. അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താ? യു ക്യാൻ ഡിലേ ദ ഡെത്ത്. മരണം വലിച്ചു നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും. നിങ്ങളുടെ ബിസിനസിന്റെ മരണം വലിച്ചു നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും. അപ്പോ നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ലെവൽ അനുസരിച്ച് ഇന്ന് ഏത് സ്റ്റേജിലാണോ നിൽക്കുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യണം? നിങ്ങളുടെ ചിന്തകൾ മാറിക്കൊണ്ടേയിരിക്കണം. ഇവിടെ ചിലരുണ്ട് എന്നും ഇന്നോവേഷൻ. ഈ അരുൺ VP ഒക്കെ ഞാൻ വഴക്ക് പറയുമായിരുന്നു. കാരണം എവിടെ എക്സിബിഷൻ നടന്നാലും അവിടെ പോകും. അത് വേണം, വേണ്ടെന്നല്ല, ബട്ട് അത് മാത്രമാകരുത് തലയിൽ. അത് മാത്രമാകുമ്പോൾ അത് പ്രശ്നം എന്താ? ഒരുപാട് ഐഡിയാസ് കാണും, എക്സിക്യൂട്ട് ചെയ്യാനോ പ്രോഫിറ്റ് എടുക്കാനോ പറ്റില്ല ഈ ഐഡിയ വെച്ചിട്ട്. അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കണ്ടേ? അതിനല്ലേ ഇതിന്റെ പിന്നാലെ നടക്കുന്നത്. അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടാവില്ല. വൺസ് നമ്മുടെ പ്രൊഡക്റ്റ് ഇൻട്രൊഡക്ഷൻ ആൻഡ് ഗ്രോത്ത് സ്റ്റേജിലേക്ക് കയറിയാൽ ദെൻ ഗോ ഫോർ റിലേഷൻഷിപ്പ്, സെയിൽസ് കൂട്ടാനുള്ള പണി നോക്കുക, പ്രോഫിറ്റ് കൂട്ടാനായിട്ട് ഓപ്പറേഷൻസ് ശ്രദ്ധിക്കുക, നല്ല ടീമിനെ വെച്ച് ടീമിനെ ബിൽഡ് ചെയ്യാൻ. എന്തിനു വേണ്ടിയാ? ഈ പ്രൊഡക്റ്റ് മെച്യൂരിറ്റി സ്റ്റേജിലേക്ക് എത്തും, വേർ വി ആർ ഗെറ്റിംഗ് ദ മാക്സിമം പ്രോഫിറ്റ്. ആ സമയത്ത് റിസ്ക് എടുക്കാൻ പറ്റില്ല. ആ സമയത്ത് ടീമിനെ ബിൽഡ് ചെയ്യാൻ നേരമില്ല. എന്ത് ചെയ്യണം? ഈ സമയത്ത് വേണം ടീമിനെ സെറ്റ് ചെയ്യാൻ.